Hello everyone, welcome to Computer Science Hub. Our subject Android programming and today's topic Android application lifecycle. It is same as activity lifecycle, Android activity lifecycle or application lifecycle. So let's start. The phase that an application goes through from start to end is called application lifecycle. Okay. ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി എന്താണ്? നമ്മൾ കാണുന്ന ആ ഒരു സ്ക്രീൻ അല്ലേ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ക്രീൻ. ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സ്ക്രീൻ, അങ്ങനെ ആൻഡ് ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. സോ നമ്മളുടെ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിളും ആക്ടിവിറ്റി ലൈഫ് സൈക്കിളും ഓൾമോസ്റ്റ് നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഏത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം ഏത് ക്വസ്റ്റൻ ആയാലും ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ആയാലും ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ ആയാലും ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, സോ ദിസ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ആക്കുമ്പോൾ തൊട്ട് ആൻഡ് അത് എക്സിറ്റ് ആവുന്ന വരെയുള്ള സ്റ്റാർട്ട് ടു എൻഡ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ ഫേസസ് ദാറ്റ് ആൻ ആപ്ലിക്കേഷൻ ഗോസ് ത്രൂ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. An Android application is a collection of activities and an activity correlates to a screen. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആക്ടിവിറ്റി ആണ് ആൻഡ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു സ്ക്രീൻ ആണ് ആക്ടിവിറ്റി. Each Android application runs inside its own instance of virtual machine. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആൻഡ്രോയിഡ് റൺ ടൈം, ഡാൽവിക് വെർച്വൽ മെഷീൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു ഡാൽവിക് വെർച്വൽ മെഷീൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരിക്കും. അറ്റ് എനി പോയിന്റ് ഇൻ ടൈം സെവറൽ പാരലൽ വെർച്വൽ മെഷീൻ ഇൻസ്റ്റൻസസ് കുഡ് ബി ആക്റ്റീവ്. Unlike a common Windows or Unix process, an Android application does not completely control the completion of its life cycle. അപ്പോൾ നമ്മളുടെ ഓരോ ആപ്ലിക്കേഷനും റൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളുടെ ഫോണാണെങ്കിൽ ഫോണിൽ നമ്മൾ അറ്റ് എ ടൈം കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും അതിനൊരു വെർച്വൽ മെഷീൻ ഉണ്ടായിരിക്കും. ഓരോ ആപ്ലിക്കേഷനും റൺ ചെയ്യാനായിട്ട് അവരുടെ വെർച്വൽ മെഷീൻ, ഡാൽവിക് വെർച്വൽ മെഷീൻ ഇൻസ്റ്റൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും VM ഇൻസ്റ്റൻസസ് ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് നമ്മളുടെ വിൻഡോസോ അല്ലെങ്കിൽ യുണീക്സ് ഒക്കെ പോലെ, അതായത് ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു ആൻഡ് അത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ അവസാനിക്കുന്നു. അങ്ങനെയാണ്, അത് എൻഡ് ആവുന്നു. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നു ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ്. പക്ഷെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ അങ്ങനെയല്ല. ഇറ്റ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കൺട്രോൾ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. സോ ദിസ് ആൻഡ്രോയിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കൺട്രോൾ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഒരു ആൻഡ്രോയിഡിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ അല്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവറി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ അൺടൈംലി ടെർമിനേഷൻ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എവറി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇസ് പ്രിപ്പയർഡ് ഫോർ അൺടൈംലി ടെർമിനേഷൻ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഒക്കേഷണലി ഹാർഡ്വെയർ റിസോഴ്സസ് മേ ബിക്കം ക്രിട്ടിക്കലി ലോ and the OS could order early termination of any process. ഇപ്പോൾ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം ആൻഡ്രോയിഡിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ്, ഹാർഡ്വെയർ റിസോഴ്സസ്, മെമ്മറി, റാം, അപ്പോൾ ഇതെല്ലാം ക്രിട്ടിക്കലി ലോ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആകുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണിങ് ആപ്ലിക്കേഷൻസിനെ എല്ലാം ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദ OS could order early termination of any process. ദ ഡെസിഷൻ കൺസിഡേഴ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഇപ്പോൾ അറ്റ് എ ടൈം ഒരു കുറേ ആപ്ലിക്കേഷൻസ് ഓൺ ആയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഹാർഡ്വെയർ റിസോഴ്സ് ക്രഞ്ച് ഒക്കെ വരുന്നത്. റിസോഴ്സസ് ലോ ആവുന്നു, ഹാർഡ്വെയർ റിസോഴ്സ് ലോ ആവുന്നു, മെമ്മറി ലോ ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർഡർ ചെയ്യും, അതായത് വി ഹാവ് ടു ടെർമിനേറ്റ് എനി പ്രോസസ്. അപ്പം അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ സം ഫാക്ടേഴ്സ് ലൈക്ക് നമ്പർ ആൻഡ് ഏജ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് കമ്പോണൻസ് കറന്റ്ലി റണ്ണിങ്, relative importance of those components to the user, how much free memory is available in the system. ഇതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഓഫ് കോഴ്സ് നമ്മുടെ എത്ര മെമ്മറി അവൈലബിൾ ആണെന്നുള്ളതനുസരിച്ചിരിക്കും, റാം സ്പേസ് എത്ര അവൈലബിൾ ആണ് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് കമ്പോണൻസ് ടു ദ യൂസർ. ഒരു ആപ്ലിക്കേഷൻ്റെ എത്ര കമ്പോണൻസ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ആ വർക്ക് ചെയ്യുന്ന കമ്പോണൻസ് യൂസറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു സംഭവം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അർജൻറ്റായിട്ട് യൂസർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ ആൻഡ്രോയിഡ് OS പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യിക്കില്ല. പകരം യൂസറിന് ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിലാണ് അത് ടെർമിനേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവാനായിട്ട് ഇപ്പോൾ ഞാൻ അറ്റ് എ ടൈം ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അപ്പം ഞാൻ ഫേസ്ബുക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനത് ക്ലോസ് ചെയ്തിട്ടോ ബാക്ക് പോയിട്ടോ ഒന്നുമില്ല. നേരെ ഞാൻ വാട്സപ്പിൽ പോയി വാട്സപ്പ് എടുത്തു. ആൻഡ് സെയിം ടൈം ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ. ആൻഡ് പിന്നെ ഇപ്പോൾ എനിക്ക് വാട്സപ്പിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പും ഡബിൾ ബാക്ക് ഒന്ന് അടിച്ചിട്ട് അതിന് എക്സിറ്റ് ആവണമെന്നൊന്നുമില്ല. ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നു, വീണ്ടും യൂട്യൂബ് എടുക്കുന്നു, ആൻഡ് അതുപോലെ ഓരോന്ന് വേർഡ് എടുക്കുന്നു. ഇതൊന്നും ഒരു ആപ്പിൽ നിന്നും ഞാൻ എക്സിറ്റ് ആവുന്നില്ല. എല്ലാം നമുക്ക് ഈ റീസെന്റ് യൂസ്ഡ് ആപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കറന്റ്ലി എടുത്തുള്ള ആപ്സ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? ഒരു ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ്ലി റണ്ണിങ് ആപ്സ് വരില്ലേ ഫോണിൽ? അപ്പോൾ ഞാൻ ഒന്നും ബാക്ക് അടിക്കാത്തത് കൊണ്ട് എല്ലാ ആപ്സും റണ്ണിങ് ആണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആണ്. അറ്റ് എ ടൈം ഞാൻ ഒരു ആപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തിട്ടില്ല, വാട്സപ്പ് ക്ലോസ് ചെയ്തില്ല, യൂട്യൂബ് ക്ലോസ് ചെയ്തില്ല, അങ്ങനെ ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ ആപ്പും നമ്മളുടെ മെമ്മറിയിൽ തന്നെയല്ലേ കിടക്കുന്ന, ഈ റാം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ എന്താ ചിലപ്പോൾ ചില കേസസിലൊക്കെയും ഈ മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവാം, റിസോഴ്സ് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പ് അങ്ങ് ഒന്നോ രണ്ടോ ആപ്സ് ഒക്കെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർഡർ ചെയ്യും ടെർമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരിക്കലും നമ്മൾ ക്ലോസ് ചെയ്തിട്ടല്ല ആപ്പ് ടെർമിനേറ്റ് ആവണത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ ആപ്ലിക്കേഷന് പറ്റില്ല. ചില സമയത്ത് ഓൾ ദാറ്റ് ആപ്ലിക്കേഷൻസ് ആർ പ്രിപ്പയർഡ് ഫോർ അൺടൈംലി ടെർമിനേഷൻ. ഇങ്ങനത്തെ റിസോഴ്സ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുഡ് ഓർഡർ ഏർലി ടെർമിനേഷൻ ഓഫ് എനി പ്രോസസ്. ആൻഡ് അങ്ങനെ ഞാനിപ്പം എന്താ പറയുക, യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലാണെന്ന് വിചാരിക്കുക. ആൻഡ് അപ്പോൾ ഒരിക്കലും യൂട്യൂബിനെ ടെർമിനേറ്റ് ചെയ്യിക്കാനല്ല നോക്കുക. ടെർമിനേറ്റ് ഏത് ആപ്ലിക്കേഷനെയാണ് റിസോഴ്സിന്റെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഇപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസിനെയാണ് ടെർമിനേറ്റ് ചെയ്യിക്കാൻ നോക്കുന്നത്. ഇതാണ് ഈ മൂന്നുമാണ് ഫാക്ടേഴ്സ്. ഹൗ മച്ച് ഫ്രീ മെമ്മറി ഈസ് അവൈലബിൾ, the number and age of applications components, and relative importance of those components to the user. To manage limited system resources, the Android system can terminate running applications. If the Android system needs to terminate processes, it follows the following priority system. അപ്പോൾ ഇനിയുള്ളത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലിമിറ്റഡ് സിസ്റ്റം റിസോഴ്സസ് വരുമ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് എന്തെങ്കിലും റണ്ണിങ് ആപ്ലിക്കേഷൻസ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്നത് പ്രയോറിറ്റി ബേസിസിലാണ്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിനെ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യിക്കില്ല. ദെൻ അങ്ങനെ കണ്ട ഒരു 5 പ്രയോറിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 5 പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സും. അപ്പം നോക്കേണ്ടത് ഫോർഗ്രൗണ്ട് പ്രോസസ്സും. ഫോർഗ്രൗണ്ട് പ്രോസസ് എന്നുള്ളതാണ് ഫസ്റ്റ് കാറ്റഗറി. ഫോർഗ്രൗണ്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ an application in which the user is interacting with an activity or which has a service which is bound to such an activity. അപ്പം എത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഫോർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ററാക്ട് ചെയ്യുന്നത് ആരോടാണോ ആ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ററാക്ട് ചെയ്യുന്നത് യൂട്യൂബിലാണ്. സോ നിങ്ങളുടെ സ്ക്രീനിലെ മുന്നിലുള്ളത് യൂട്യൂബ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ യൂട്യൂബാണ് ഫോർഗ്രൗണ്ട് വരുന്ന ആക്ടിവിറ്റി. അത്രയേ ഉള്ളൂ. സോ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് വിസിബിൾ. വിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇസ് നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ദ ആക്ടിവിറ്റി ബട്ട് ദിസ് ആക്ടിവിറ്റി ഈസ് സ്റ്റിൽ partially visible or the application has a service which is used by inactive but visible activity. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിസിബിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വേർഡോ എന്തെങ്കിലുമൊക്കെ എടുത്തു, ദെൻ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ തൊട്ട് മുന്നിലൊരു ഇത് വരില്ലേ, അലേർട്ട് ബോക്സ് വരില്ലേ, അതായത് എക്സിറ്റ് ആവണോ വേണ്ടയോ, ക്യാൻസൽ, ഓക്കെ എന്നെല്ലാം ചോദിച്ചിട്ട്. സോ നമ്മൾ ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യുന്നത് ആരായിട്ടാ? ആ ഡയലോഗ് ബോക്സിന് ആൻസർ കൊടുത്താൽ മാത്രമാണ് നമുക്ക് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അവർ ആപ്ലിക്കേഷൻ ഇസ് പാർഷ്യലി വിസിബിൾ. ഫോർഗ്രൗണ്ടിലുള്ളത് എന്തായിരുന്നു? ഈ ഡയലോഗ് ബോക്സ് ആണ് ഫോർഗ്രൗണ്ടിൽ, ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഉള്ളത്. വിച്ച് മീൻസ് അത് വിസിബിൾ ആണ്, പാർഷ്യലി വിസിബിൾ ആണ്, പക്ഷെ വി ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി. വി ആർ ഇന്ററാക്ടിങ് വിത്ത് ദ അലേർട്ട് ബോക്സ്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വിസിബിൾ. സോ അതും സെക്കൻഡ് പ്രയോറിറ്റി ആണ്. നെക്സ്റ്റ് സർവീസ്. ആപ്ലിക്കേഷൻ വിത്ത് എ റണ്ണിങ് സർവീസ് വിച്ച് ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ 1 or 2. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, അത് ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു PDF ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആ സ്റ്റേജാണ് സർവീസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സ്, ഡൗൺലോഡിങ്ങോ അങ്ങനെയൊക്കെ നടക്കുന്ന പ്രോസസ്സാണ് സർവീസ് എന്ന് വരുന്നത്. അതിന് പ്രയോറിറ്റി 3 ആണ്.
നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. Application with only stopped activities and without a service or executing receiver. സോ ഇതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ. അതായത് നേരത്തെ ഞാൻ ഫേസ്ബുക്ക് എടുത്തു, അത് കഴിഞ്ഞ് വാട്സപ്പിലേക്ക് പോയി, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി, അങ്ങനെ പറയുന്നില്ലേ. അതായത് നമ്മൾ അതുമായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സർവീസ് ഡൗൺലോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല. പക്ഷെ യൂസർ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, യൂസർ അതിനെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നോർമലി ഇങ്ങനത്തെ ഒരു റിസോഴ്സ് പ്രോബ്ലം വരുമ്പോൾ ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ളത്. So Android keeps them in a least recent used list and if requires terminates the one which was least used. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന എല്ലാത്തിനെയും ആൻഡ്രോയിഡ് ഒരു ക്യൂല് വെച്ചിരിക്കുകയാണ്. ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് LRU ക്യൂ ഉണ്ട്, അതിനകത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അതിലെ ലീസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആളെ ടെർമിനേറ്റ് ചെയ്യിക്കാം. സോ പ്രയോറിറ്റി ഇസ് 4. നെക്സ്റ്റ് എം ടി മീൻസ് നമ്മൾ അത് ടെർമിനേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ആപ്ലിക്കേഷൻ വിത്തൗട്ട് എനി ആക്റ്റീവ് കമ്പോണൻസ് ഇസ് നോൺ ആസ് എം ടി ആൻഡ് ഇറ്റ് ഇസ് എ ലാസ്റ്റ് പ്രയോറിറ്റി 5. ഓക്കെ, അപ്പോൾ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം റിസോഴ്സ് പ്രോബ്ലംസ് വരുമ്പോൾ പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസിനെ ടെർമിനേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഈ ഒരു പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷനെ ടെർമിനേറ്റ് ചെയ്യിക്കുന്നത്. ഫോർഗ്രൗണ്ട് ആണെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദെൻ വിസിബിൾ, സർവീസ്, ബാക്ക്ഗ്രൗണ്ട്, എം ടി. ഫോർഗ്രൗണ്ട് എന്ന് വെച്ചാൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്, വിസിബിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഡയലോഗ് ബോക്സ് വരുന്ന പോലെ പാർഷ്യലി വിസിബിൾ, ബാക്കിലാണ് ഇത് ഉണ്ടാവുക, ഫ്രണ്ടിൽ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും. നെക്സ്റ്റ് സർവീസ്, എന്തെങ്കിലും ഡൗൺലോഡിങ് അങ്ങനത്തെ സർവീസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ. ബാക്ക്ഗ്രൗണ്ട്, നമ്മളിപ്പോൾ ഹോം ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തു, അതായത് നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നില്ല, ആക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നില്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെറുതെ. എം ടി മീൻസ് ആക്റ്റീവായിട്ട് ഒന്നുമില്ല, കഴിഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു പ്രയോറിറ്റി ബേസ് പറയാനുള്ളത്. ഇനി ഓൾ പ്രോസസ് ഇൻ ദ എം ടി ലിസ്റ്റ് ആർ ആഡഡ് ടു എ ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് ലിസ്റ്റ്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞ എം ടിയും ബാക്ക്ഗ്രൗണ്ടും ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ടെർമിനേഷന്റെ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരിക. ഇപ്പൊ എം ടി സിസ്റ്റം ആണ് ആദ്യം നോക്കുക, എം ടി ഇതിലുള്ള ആപ്ലിക്കേഷൻസിൽ വരുന്നത് സ്റ്റേറ്റുകൾ. ഇനി അതും അല്ലെങ്കിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആപ്ലിക്കേഷൻസിനെ നോക്കും. അപ്പൊ ഈ എം ടിയിലും ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ എല്ലാവരെയും നമ്മളൊരു ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ലിസ്റ്റ്, ഒരു ക്യൂവിനകത്താണ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ലിസ്റ്റ്. The processes which are at the beginning of this list will be the one killed by the out of memory killer. ഇപ്പോൾ ഔട്ട് ഓഫ് മെമ്മറി പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇവരെയാണ് ആദ്യം കഴിയുക, എൻഡ് ചെയ്യിക്കുന്നത്. ഇഫ് an application is restarted by the user, it gets moved to the end of this queue. ഇതാണ് ആ പറഞ്ഞ LRU ക്യൂ അല്ലെങ്കിൽ LRU ക്യാഷ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് വരുന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന ആളായിരിക്കും ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ഐറ്റംസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കൊരു റിസോഴ്സ് പ്രോബ്ലം വരുന്ന ഔട്ട് ഓഫ് മെമ്മറി കില്ലർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഓരോ ആപ്ലിക്കേഷനെ കില്ല് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ ക്യൂന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോകും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഓർഡറിലാണ് അതിനെ ഔട്ട് ഓഫ് മെമ്മറി കില്ലർ ഒരു ആപ്ലിക്കേഷനെ ടെർമിനേറ്റ് ചെയ്യിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് സത്യത്തിൽ ഒരു ഇൻട്രോ ആയിരുന്നു കേട്ടോ. അതായത് ഈ ഒരു ലൈഫ് സൈക്കിളിനുള്ള ഒരു ഇൻട്രോ ആണ്. നമ്മൾ പ്രോസസ്സുകൾ അറിയണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് സ്റ്റേറ്റ്സ് അറിയണം, ആൻഡ് ഒരു ഔട്ട് ഓഫ് മെമ്മറി പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ക്യൂ ഉണ്ട്, അതിനകത്ത് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് ടെർമിനേറ്റ് ചെയ്യേണ്ട അത് വരാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് മെമ്മറി കില്ലർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ഐറ്റംസിനെ ടെർമിനേറ്റ് ചെയ്യിക്കുന്നു. ആൻഡ് ഇതിനിടയിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ഈ ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് ക്യൂന്ന് മാറി അതിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നു. ഇത്രയൊക്കെയുണ്ട്. ഇനി സ്റ്റേറ്റ്സ് ഓഫ് എൻ ആക്ടിവിറ്റി. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ വിച്ച് ഇസ് സെയിം ആസ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു 5 മാർക്സ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടുള്ള പോർഷൻസ് മതിയാവും നമുക്ക് കേട്ടോ. സ്റ്റേറ്റ്സ് ഓഫ് എൻ ആക്ടിവിറ്റി തൊട്ടുള്ള മതിയാവും. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു എസ്സേ ചോദിക്കുകയാണ്, ഒരു 15 മാർക്സിനൊക്കെ എസ്സേ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വീഡിയോയിലുള്ള കണ്ടന്റ്സ് മുഴുവൻ നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. ഞാൻ PDF അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നോക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് എൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ പറയുമ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് എൻ ആക്ടിവിറ്റി. ഫസ്റ്റ് വൺ, നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഒരു 5 പ്രയോറിറ്റി ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റേറ്റ്. അപ്പോൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിളാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിളാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഏതൊക്കെ ഫേസസ് കൂടെ പാസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റേറ്റ്സ് ഇവിടെ നിന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് ആക്റ്റീവ് സ്റ്റേറ്റ്. ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫോർഗ്രൗണ്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ സെയിം ആണ് ആക്റ്റീവ് സ്റ്റേറ്റ്.
When an activity is an active state, it means it is active and running. It is visible to the user and the user is able to interact with it. The process state is foreground. ഇപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി യൂസറിന് വിസിബിൾ ആണ്, അതുപോലെ യൂസറിന് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനോ ക്ലിക്ക് ചെയ്യാനോ എല്ലാം പറ്റും. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റിനാണ് ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാ? ഫോർഗ്രൗണ്ട് പ്രോസസ്സ് ആയിരിക്കും. Android runtime treats the activity in this state with the highest priority and never tries to kill it. Clear ആണെന്ന് വിചാരിക്കുന്നു. Second one, paused state. Paused state എന്ന് പറയുമ്പം an activity being in this state means that the user can still see the activity in the background, such as behind a transparent window or a dialog box. That is, it is partially visible. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൽ ഏതാ? ഇൻവിസിബിൾ എന്നുള്ള ഒരു കാറ്റഗറി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ, അല്ലേ? സോറി, ഐ മീൻ വിസിബിൾ എന്നുള്ള, ഇൻവിസിബിൾ അല്ല, സോറി, വിസിബിൾ എന്നുള്ള കാറ്റഗറിയാണ് നമ്മൾ പഠിച്ചത്. ഒരെണ്ണം ഫോർഗ്രൗണ്ട്, അടുത്തത് വിസിബിൾ. അപ്പോ ആക്റ്റീവ് എന്താന്ന് പറഞ്ഞു? ആക്റ്റീവ് ഫോർഗ്രൗണ്ട്. നെക്സ്റ്റ് പോസ്ഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി നമുക്ക് പാർഷ്യലി വിസിബിൾ ആണ്, പക്ഷേ വി ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി, വി ആർ ഇന്ററാക്ടിങ് വിത്ത് ആൻ ഡയലോഗ് ബോക്സ്. So that is partially visible and the process state is visible. The user cannot interact with the activity until he is done with the current view. നമ്മളുടെ മുന്നിലുള്ള ഡയലോഗ് ബോക്സോ അലേർട്ട് ബോക്സോ എന്താണെങ്കിൽ അത് ഡീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു നമ്മളുടെ ആക്ടിവിറ്റിയിലോട്ട് മടങ്ങാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പറയുമ്പോൾ ആ ആക്ടിവിറ്റി പോസ്ഡ് സ്റ്റേറ്റിലാണ് പറയുന്നത്. ആൻഡ് അതിന്റെ പ്രോസസ്സ് എന്താ? പ്രോസസ് സ്റ്റേറ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. Android runtime usually does not kill an activity in this state, but may do so in an extreme case of resource crunch. Okay. നോർമലി അതിന് കില്ല് ചെയ്യൊന്നുമില്ല, പക്ഷെ അത്രയും എക്സ്ട്രീം ആയിട്ടൊരു റിസോഴ്സ് പ്രോബ്ലം വരികയാണെങ്കിൽ മാത്രമാണ് അതിന് ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റോപ്ഡ് സ്റ്റേറ്റ്. When a new activity is started on top of the current one, or when a user hits the home key, the activity is brought to stopped state. ക്ലിയർ ആണോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഞാൻ അടുത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ അത് നോർമലി ഒരു ആപ്ലിക്കേഷൻ എപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുക മൊബൈലിൽ, ഈ ഒരു ആപ്പ് ഓൺ ആക്കി ചില സമയത്ത് കേൾക്കാമല്ലേ, നമ്മൾ ഡബിൾ ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ പ്രസ് ബാക്ക് ബട്ടൺ അഗെയിൻ ടു എക്സിറ്റ് എന്നൊക്കെ ചില സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് വരാറുണ്ട്. നോർമലി നമ്മളത് ബാക്ക് അടിച്ചിട്ടാണ് എക്സിറ്റ് ആവുകയാണെങ്കിലാണ് ആ ആപ്ലിക്കേഷൻ ടെർമിനേറ്റ് ആവത്തുള്ളൂ. അപ്പം ഞാൻ അതൊന്നും ചെയ്യാതെ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കി നേരെ ജസ്റ്റ് ഹോം ബട്ടൺ പ്രസ് ചെയ്തു. അപ്പം നമുക്ക് കാണാം ഹോം സ്ക്രീൻ ആണ് കാണുക, പക്ഷേ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്തത് ഓൺ ആക്കി, അങ്ങനെയാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. സോ അങ്ങനെ ആത്ത സ്റ്റേറ്റിനെയാണ് നമ്മളുടെ ആക്ടിവിറ്റി സ്റ്റോപ്ഡ് സ്റ്റേറ്റ് എന്നാണ് പറയാം. വെൻ എ ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ കറണ്ട് വൺ, ഓർ വെൻ എ യൂസർ ഹിറ്റ്സ് ദ ഹോം കീ, ദ ആക്ടിവിറ്റി ഇസ് സെറ്റ് ടു ബി ഇൻ സ്റ്റോപ്ഡ് സ്റ്റേറ്റ്. So the activity in this state is invisible, but it is not destroyed. ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ബാക്ക് അടിച്ചിട്ട് പോയാലേ ഡിസ്ട്രോയ് ആവത്തുള്ളൂ. അപ്പോൾ അതിന്റെ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ നേരത്തെ എന്തായിരുന്നു? വിസിബിൾ ആയിരുന്നു. സെക്കൻഡ് വൺ വരുന്നത് വിസിബിൾ ആയിരുന്നു. തേർഡ് വണ്ണിന്റെ പ്രോസസ് സ്റ്റേറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി ആൻഡ്രോയിഡ് റൺ ടൈം മേ കിൽ സച്ച് ആൻ ആക്ടിവിറ്റി ഇൻ കേസ് ഓഫ് റിസോഴ്സ് ക്രഞ്ച്. ഇങ്ങനത്തെ കേസിൽ റിസോഴ്സ് പ്രോബ്ലം വരാണെങ്കിൽ ഈ ആക്ടിവിറ്റീനെ എന്തായാലും ആൻഡ്രോയിഡ് റൺ ടൈം കില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് കാറ്റഗറി നമ്മളുടെ എംപ്റ്റി സ്റ്റേറ്റ് എന്നൊക്കെ അവിടെ പറയില്ലേ, അതാണ് ഇവിടെ ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ്. Destroyed state means when a user hits a back key or Android runtime decides to reclaim the memory allocated to an activity. That is in the post or stop state, it goes into destroyed state. അതായത് രണ്ട് തരത്തിൽ പോവാം. ഒരെണ്ണം യൂസർ ബാക്ക് അടിച്ചു കഴിഞ്ഞാലും അത് ഡിസ്ട്രോയ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സ് പ്രോബ്ലം വന്നു, അങ്ങനെ വരുമ്പോൾ ആൻഡ്രോയിഡിന്റെ റൺ ടൈം വിചാരിച്ചു നമുക്ക് മെമ്മറി എടുക്കാമെന്ന് വിചാരിച്ചു, റീഅലോക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആക്ടിവിറ്റി ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആക്ടിവിറ്റി എടുക്കാന്ന് വെച്ചാലും അവരൊരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ റിസോഴ്സ് പ്രോബ്ലം വരുമ്പോൾ അവരുടെ നിന്നൊക്കെ മെമ്മറി റിലീസ് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് അവരെ ഡിസ്ട്രോയ് ചെയ്താൽ മതി. അപ്പൊ അവിടെ നിന്ന് മെമ്മറി കിട്ടിക്കോളും. ആൻഡ് പോസ്റ്റ് സ്റ്റേറ്റിലോ സ്റ്റോപ്പ് സ്റ്റേറ്റിലോ ഉള്ള ആപ്ലിക്കേഷൻസ് എന്നായിരിക്കും ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യിക്കുക, നമ്മൾ ഡിസ്ട്രോയ് ചെയ്യിക്കുക. ഒരിക്കലും വിസിബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനെ നമ്മൾ
ഡിസ്ട്രോയ് ചെയ്യില്ല. സോ ഇറ്റ് ഗോസ് ഇൻ ടു ദ ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ്. ദ ആക്ടിവിറ്റി ഈസ് ഔട്ട് ഓഫ് ദ മെമ്മറി ആൻഡ് ഇറ്റ് ഈസ് ഇൻവിസിബിൾ ടു ദ യൂസർ. ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ യൂസറിന് വിസിബിളും അല്ല, മെമ്മറിയിലും ഇല്ല. അപ്പോൾ ഇത്രയാണ് ഒരു ആക്ടിവിറ്റിയിലെ പ്രോസസ്സ്. അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. സോ സ്റ്റേറ്റ്സ് ഓഫ് എൻ ആക്ടിവിറ്റി: ആക്റ്റീവ്, പോസ്ഡ്, സ്റ്റോപ്ഡ് ആൻഡ് ഡിസ്ട്രോയ്. സോ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് ബാക്ക്ഗ്രൗണ്ട്. ഐ വിൽ ചേഞ്ച് ഇറ്റ് റൈറ്റ് നൗ. This is visible. States of an activity. First state is active state. Active state means user is interacting with that activity. The activity is visible to the user. The process state is foreground. So Android runtime treats the activity in the state with the highest priority and never tries to kill it. Next is the pause state. Pause state means we are interacting with a dialog box or an alert box and our activity is in the background, or it is partially visible but user is not interacting with that activity. User is interacting with another dialog box or something. So this is known as paused state, and here the process state is visible. Here the process state is foreground, here the process state is visible. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞില്ലേ, ആക്റ്റീവ് സ്റ്റേറ്റും പോസ്ഡ് സ്റ്റേറ്റും. ഇനി എന്താ, സ്റ്റോപ്ഡ് സ്റ്റേറ്റ് ആണ്. സ്റ്റോപ്ഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തു, പെട്ടെന്ന് അടുത്തത്, അതിനൊന്നും ചെയ്യാണ്ട് നമ്മൾ അടുത്തത് എടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഹോം കീ പെട്ടെന്ന് പ്രസ് ചെയ്തു, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആ ഒരു, സോ ആക്റ്റീവ് സ്റ്റേറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ പോസ് സ്റ്റേറ്റ് പറഞ്ഞു, ഇനി സ്റ്റോപ്ഡ് സ്റ്റേറ്റ് പറഞ്ഞു. ഹോം കീ പ്രസ് ചെയ്യുന്നതിൽ സ്റ്റോപ്പ് സ്റ്റേറ്റ് ആയി. അവിടെ നമ്മളുടെ ആക്ടിവിറ്റി ഇൻവിസിബിൾ ആണ്, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പ്രോസസ് സ്റ്റേറ്റ് ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് റൺ ടൈമിന് എന്തെങ്കിലും റിസോഴ്സ് ക്രഞ്ച് വന്നു കഴിഞ്ഞാൽ ഇവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ്. ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ആ യൂസർ ബാക്ക് കീ പ്രസ് ചെയ്തു, അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് റൺ ടൈം നമുക്ക് മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഡിസ്ട്രോയ് ചെയ്തു, ആക്ടിവിറ്റിയിൽ മെമ്മറി റീക്ലെയിം ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ കേസിനാണ് ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ് എന്ന് പറയാം. സോ ദ ആക്ടിവിറ്റി ഈസ് ഔട്ട് ഓഫ് ദ മെമ്മറി ആൻഡ് ഇറ്റ് ഇസ് ഇൻവിസിബിൾ ടു ദ യൂസർ. ദീസ് ആർ ദ 4 സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ആക്ടിവിറ്റിയുടെ 4 സ്റ്റേറ്റ്. ഇനി ലൈഫ് സൈക്കിൾ ആണല്ലോ പഠിക്കാൻ പോകുന്നത്, ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആക്ടിവിറ്റിയുടെ 4 സ്റ്റേറ്റ് പറഞ്ഞു: ആക്റ്റീവ്, പോസ്, സ്റ്റോപ്പ്, ദെൻ ഡിസ്ട്രോയ്. അപ്പോൾ 4 സ്റ്റേറ്റ് പറഞ്ഞു. ഇനിയാണ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ്. ഈ ആക്ടിവിറ്റിയിലെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ ക്രിയേറ്റ് എന്നാണ്. അപ്പോൾ ഓ സ്മോളും സി ക്യാപിറ്റലും ആണ് കേട്ടോ, ഓൺ ക്രിയേറ്റ് മെത്തേഡ്. ഓൺ ക്രിയേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, whenever an activity starts running, the first method to get executed is on create. This method is executed only once during the lifetime. അപ്പോൾ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ, ടെർമിനേറ്റ് ചെയ്ത് വരുന്നവരെയാണ് അതിൻ്റെ ലൈഫ് ടൈം, ലൈഫ് സൈക്കിൾ. സോ ഈ ലൈഫ് സൈക്കിളിൽ ഓൺലി വൺസ് ആണ് ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യത്തുള്ളൂ, ഈ മെത്തേഡ് റൺ ചെയ്യത്തുള്ളൂ. സോ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഓൺ ക്രിയേറ്റ് റൺ ചെയ്യണത്. This method is executed only once. If we have any instance variable in the activity, the initialization of those variable can be done in this method. After on create, on start method is executed. ഇപ്പോൾ നമ്മളൊരു ആൻഡ്രോയിഡ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഓരോന്ന് ആക്ടിവിറ്റി അല്ലേ, അതായത് ഒരു ലോഗിൻ ആക്ടിവിറ്റിയാണ്, രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയാണ്, ഓരോ സ്ക്രീനും ഓരോ ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ ആക്ടിവിറ്റിയും നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺ ക്രിയേറ്റ്, ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൺ ക്രിയേറ്റ് എന്ന് കോൾ ചെയ്താലേ ആ ആക്ടിവിറ്റി ക്രിയേറ്റ് ആവത്തുള്ളൂ. ആൻഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഇൻസ്റ്റൻസ് വാരിയബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു സിയോ C++ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വാരിയബിൾസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യില്ലേ, തുടക്കത്തിൽ തന്നെ ഇൻറ്റ് i = 0 അങ്ങനെ വാരിയബിൾസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യാറില്ലേ, അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മളുടെ ഇൻസ്റ്റൻസ് വാരിയബിൾസ്, ആക്ടിവിറ്റിയിലെ വാരിയബിൾസ് എല്ലാതും ഇനീഷ്യലൈസ് ചെയ്യണത് ഈ ഓൺ ക്രിയേറ്റ് മെത്തേഡിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഓൺ സ്റ്റാർട്ട്.
During the execution of on start, the activity is not yet rendered on screen but is about to become visible to the user. അപ്പോൾ നമ്മൾ ആദ്യം ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റിയുടെ സമയത്ത് നമ്മൾ വാരിയബിൾസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഈ ഓൺ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ആക്ടിവിറ്റി നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്, എത്തിയിട്ടില്ല കേട്ടോ, യൂസറിന് വിസിബിൾ ആയിട്ടില്ല. അതിന് മുന്നുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. എന്തെങ്കിലും യൂസർ ഇന്റർഫേസ് കമ്പോണൻസിനൊക്കെയും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ആവും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഓൺ സ്റ്റാർട്ട് കഴിഞ്ഞു, ഓൺ റെസ്യൂം. ഇവിടെയാണ് നമ്മളുടെ ആക്ടിവിറ്റി യൂസറിന്റെ മുന്നിലേക്ക് എത്തുന്നത്. When the activity finally gets rendered on the screen. So this is on resume. On resume method is invoked. At this point, activity is in active state and is interacting with the user. ഓൺ റെസ്യൂം സ്റ്റേറ്റിലാണ് ആക്ടിവിറ്റീനെ യൂസറിന് കാണാൻ പറ്റുന്നതും യൂസർ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നത് ആദ്യം ഓൺ ക്രിയേറ്റ് കൊടുത്ത് അത് സ്റ്റാർട്ട് ചെയ്തു, എന്തെങ്കിലും ഇനീഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഓൺ സ്റ്റാർട്ട് കോൾ ചെയ്യും. അപ്പോഴാണ് അത് ബാക്ക്ഗ്രൗണ്ടിൽ അത് യൂസറിന്റെ ഫ്രണ്ടിലേക്ക് വിസിബിൾ ആക്കാനുള്ള പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. UI റിലേറ്റഡ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഓൺ റെസ്യൂം ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴേക്കും യൂസറിന് വിസിബിൾ ആയിട്ടുണ്ടാവും ആക്ടിവിറ്റി ആൻഡ് ദ യൂസർ വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി ഇൻ ദിസ് സ്റ്റേറ്റ്. ഓൺ റെസ്യൂം. ഇനിയിപ്പോൾ ആക്ടിവിറ്റി അതിന്റെ ഫോക്കസ് നഷ്ടപ്പെട്ടു, അതായത് യൂസർ എന്തെങ്കിലും പാർഷ്യലി വിസിബിൾ ആയി, വേറെ എന്തെങ്കിലും ഡയലോഗ് ബോക്സ് ഒക്കെ ആയിട്ട് ഇന്ററാക്ടിങ് ആയി, അങ്ങനെ സമയത്ത് നമ്മൾ എന്ത് സ്റ്റേറ്റാ, പോസ്ഡ് സ്റ്റേറ്റ് ആണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ സമയത്ത് മെത്തേഡാണ് ഓൺ പോസ് എന്നുള്ള മെത്തേഡ്. ഇഫ് ദ ആക്ടിവിറ്റി ലോസസ് ഇറ്റ്സ് ഫോക്കസ് ആൻഡ് ഇസ് ഓൺലി പാർഷ്യലി വിസിബിൾ ടു ദ യൂസർ, ഇറ്റ് എൻറ്റേഴ്സ് ദ പോസ്ഡ് സ്റ്റേറ്റ്. ഡ്യൂറിംഗ് ദിസ് ട്രാൻസിഷൻ ദ ഓൺ പോസ് മെത്തേഡ് ഇസ് ഇൻവോക്ഡ്. In the on-post method, we may commit database transactions or perform lightweight processing before the activity goes to the background. ഓക്കെ, അപ്പോൾ ഓൺ പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, പാർഷ്യലി വിസിബിൾ ആയിരിക്കുന്ന സമയത്താണ് ഓൺ പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സാധാരണ ഈ ഒരു ഓൺ പോസ്റ്റ് മെത്തേഡിന്റെ സമയത്ത് നമ്മൾ ചെയ്യാവുന്നത് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് ഒക്കെ കമ്മിറ്റ് ചെയ്യുക ആൻഡ് ലൈറ്റ് വെയിറ്റ് പ്രോസസ്സിങ് എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഓൺ പോസ് കഴിഞ്ഞാൽ അടുത്തത് എന്ന് വെച്ചാൽ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്യാനാവും ചാൻസ്. അതുകൊണ്ട് നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമ്മിറ്റ് ചെയ്യാം. അതുപോലെ ലൈറ്റ് വെയിറ്റ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാം. ഇതൊക്കെ ഓൺ പോസിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ അടുത്തത് എന്താ, ഓഫ് കോഴ്സ് ഓൺ സ്റ്റോപ്പ്. ഓൺ സ്റ്റോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് അത് ബാക്ക്ഗ്രൗണ്ടിൽ പോയി നമ്മൾ വേറൊരു ആപ്പായിട്ട് വേറൊരു ആക്ടിവിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്തു, അതല്ലെങ്കിൽ ഹോം കീ പ്രസ് ചെയ്തു, അങ്ങനത്തെ കേസിലൊക്കെയാണ് ഓൺ സ്റ്റോപ്പ് പറയുക. അതായത് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു ദ യൂസർ ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ യൂസറെ കാണുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഫ്രം ദ ആക്റ്റീവ് സ്റ്റേറ്റ് ഇഫ് വി ഹിറ്റ് ദ ഹോം കീ ദ ആക്ടിവിറ്റി ഗോസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് the home screen of the device is made visible. During this event, the activity enters the stopped state. Both on pause and on stop methods are executed. So ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഹോം കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആക്ടിവിറ്റി ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി ആൻഡ് നമ്മുടെ ഹോം സ്ക്രീൻ ആവും പിന്നെ വിസിബിൾ ആവുന്നത്. ആൻഡ് ഈ സമയത്താണ് ഈ സ്റ്റോപ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സ്റ്റോപ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഓൺ പോസും ഓൺ സ്റ്റോപ്പും കോൾ ചെയ്യും. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് ഒരുമിച്ച് കോൾ ചെയ്യും. ഇനി ഓൺ ഡിസ്ട്രോയ്. ഓൺ ഡിസ്ട്രോയ് ആണ് ലാസ്റ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ്. When an activity is destroyed by a user or Android system, on destroy function is called. So these are the life cycle methods. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് പഠിച്ചു വെക്കണം. ആദ്യം 4 സ്റ്റേറ്റ് പഠിക്കണം. അത് ഏതൊക്കെയായിരുന്നു? ആക്റ്റീവ്, പോസ്, സ്റ്റോപ്പ് ആൻഡ് ഡിസ്ട്രോയ്. ഇനി ഈ ഒരു 6 life cycle methods പഠിക്കണം. ഫസ്റ്റ് വൺ ഓൺ ക്രിയേറ്റ്, when the activity is created. Then on start. On start means during the execution of on start, the activity is not rendered on the screen but is about to become visible to the user. On resume. On resume means finally gets rendered on the screen. User is interacting with the activity. On resume. Next on pause. On pause means the activity loses its focus. It's only partially visible to the user. നെക്സ്റ്റ് ഓൺ സ്റ്റോപ്പ്. ആക്ടിവിറ്റി ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയി, അങ്ങനെ വരുമ്പോഴാണ് ഓൺ സ്റ്റോപ്പ്. ഇനി ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്, അങ്ങനെ വരുമ്പോൾ ഓൺ ഡിസ്ട്രോയ്. ഈ ഫങ്ഷൻസ് എല്ലാം പഠിക്കുക. ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ ആൻ ആപ്ലിക്കേഷൻ.
ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റുകളും എല്ലാ വർക്കിങ്ങും ഇതിനകത്ത് കാണാം. ലൈഫ് സൈക്കിൾ മെത്തേഡ്സും കാണാം. സോ ആക്ടിവിറ്റി ലോഞ്ച് ചെയ്തു ഫസ്റ്റ് ഓൺ ക്രിയേറ്റ്. അപ്പോൾ ഓൺ ക്രിയേറ്റിലാണ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൺ ക്രിയേറ്റ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താ വേണ്ടേ? ഓൺ സ്റ്റാർട്ട് വേണം. ഓൺ സ്റ്റാർട്ടിന്റെ പിന്നാലെ ഓൺ റെസ്യൂം വേണം. ഓൺ റെസ്യൂമും കൂടെ കഴിയുമ്പോഴാണ് യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ ദ ആക്ടിവിറ്റി ഈസ് റണ്ണിങ് ആൻഡ് യൂസർ വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി. ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അടുത്തത്. ചിലപ്പോൾ അനദർ ആക്ടിവിറ്റി കംസ് ഇൻ ടു ഫോർഗ്രൗണ്ട്. നമ്മളുടെ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലാതെ വേറൊരു ആക്ടിവിറ്റി ഇപ്പോൾ ഫോർഗ്രൗണ്ടിലോട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുക? നമ്മളുടെ ആക്ടിവിറ്റി പോസിലേക്ക് പോയി അല്ലെ, ഓൺ പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോയി. സോ അവിടെ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഓൺ പോസ് എന്നുള്ള ഫംഗ്ഷൻ. ഇനി ഇതിന് കുറെ ഡയറക്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് തൽക്കാലം ഈ ഒരു പാത്തിൽ കൂടെ മാത്രം പോവാട്ടോ. ഓൺ പോസ് ആണ്. അങ്ങനെ ഓൺ പോസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റുകയാണ്. അതായത് ഹോം കീ പ്രസ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ ആപ്പ് ഓപ്പൺ ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി. സോ ദ ആക്ടിവിറ്റി ഈസ് നോ ലോങ്ങർ വിസിബിൾ. സോ ദ സ്റ്റേറ്റസ് ലൈഫ് സൈക്കിൾ മെത്തേഡ് ഇസ് ഓൺ സ്റ്റോപ്പ്. ഓൺ സ്റ്റോപ്പ് സ്റ്റേറ്റിലായി. ഇനി എന്താ? ആക്ടിവിറ്റി ഈസ് ഫിനിഷിംഗ് ഓർ ബീങ് ഡിസ്ട്രോയിഡ് ബൈ ദ സിസ്റ്റം. നമ്മൾ ഫുള്ളായിട്ട് കളയാൻ പോവാണ്. അത് ബാക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് മെമ്മറി കില്ലർ വന്നിട്ട് ആ സിസ്റ്റം ആക്ടിവിറ്റീനെ ടെർമിനേറ്റ് ചെയ്യിക്കും, എന്താണെങ്കിൽ ചെയ്യുന്നത്. സോ ആ ടെർമിനേഷൻ വരുന്നത് ഓൺ ഡിസ്ട്രോയ് എന്നുള്ള ഫംഗ്ഷനിലാണ്. ഓൺ ഡിസ്ട്രോയ് ഫംഗ്ഷനിൽ അപ്പോൺ കോളിംഗ് ദാറ്റ് ഫംഗ്ഷൻ ദ ആക്ടിവിറ്റി വിൽ ഷട്ട് ഡൗൺ. സോ ആക്ടിവിറ്റി സ്റ്റാർട്ട്സ് ഹിയർ ദാൻ ദ ആക്ടിവിറ്റി എൻഡ്സ് ഹിയർ. ഇതാണ് ഒരു സ്ട്രെയിറ്റ് പാത്ത്. ആദ്യം ക്രിയേറ്റ്, ഓൺ ക്രിയേറ്റ്, ദെൻ ഓൺ സ്റ്റാർട്ട്, അത് കഴിഞ്ഞാൽ ഓൺ റെസ്യൂം. അത്ര ആയി കഴിഞ്ഞാൽ വിസിബിൾ ആണ്, യൂസറിന് ഇന്ററാക്ട് ചെയ്യാം. ദെൻ യൂസർ ഒരു ഫോർഗ്രൗണ്ടിൽ വേറൊരു പ്രോസസ്സ് വന്നു എന്നുണ്ടെങ്കിൽ ഇത് ഓൺ പോസ്റ്റിലേക്ക് പോയി. ദെൻ ഇയാളെ ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞ് പുതിയൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഹോം കീ എടുക്കുകയാണ്, അങ്ങനെയൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് മാറി. അത് സ്റ്റോപ്പ് സ്റ്റേറ്റിലേക്ക് മാറി. ഓൺ സ്റ്റോപ്ഡ്, ഓൺ സ്റ്റോപ്പ്. ദെൻ ആക്ടിവിറ്റി വെൻ ദ ആക്ടിവിറ്റി ഇസ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ മെമ്മറി is being destroyed by the system. അങ്ങനെ വരുമ്പോൾ ഓൺ ഡിസ്ട്രോയ് കോൾ ചെയ്തു. ഇനി കുറച്ച് ബാക്കിലോട്ട് പോവാം നമുക്ക്. അതായത് ഇപ്പോൾ ഇവിടെ ഓൺ പോസിൽ നിൽക്കുകയാണ്. ഓൺ പോസിൽ നിൽക്കാന്ന് വെച്ചാൽ നമ്മളുടെ സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് വന്നു, എന്തെങ്കിലും ഒരു ഓക്കെ ക്യാൻസൽ ഡയലോഗ് ബോക്സ് വന്നു. അപ്പം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഡയലോഗ് ബോക്സ് ആയിട്ടാണ് നമ്മളുടെ ആക്ടിവിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ വിസിബിൾ ആണ്, പക്ഷെ വി ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി. സോ സച്ച് സ്റ്റേറ്റ് ഇസ് നോൺ ആസ് ഓൺ പോസ് സ്റ്റേറ്റ്. ഇനി ഓൺ പോസ്റ്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ആ ഡയലോഗ് ബോക്സ് ഒക്കെ ക്ലോസ് ചെയ്തു, വീണ്ടും നമ്മൾ ആ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരില്ലേ? അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് തിരിച്ചു പോകണം. യൂസർ റിട്ടേൺസ് ടു ദ ആക്ടിവിറ്റി. അപ്പോൾ പോണ സ്റ്റേറ്റ് ആണ്, ഫംഗ്ഷൻ ആണ് ഓൺ റെസ്യൂം. ഓക്കെ, തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ഓൺ റെസ്യൂം എന്നുള്ള ഫംഗ്ഷനിലോട്ട് പോകണം. ഓൺ റെസ്യൂമിലേക്ക് പോയാൽ വീണ്ടും ആക്ടിവിറ്റി റണ്ണിങ്, യൂസർ ഇസ് ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ആക്ടിവിറ്റി. അതൊരു കേസ്. ഇനിയിപ്പോൾ സപ്പോസ് അത്രയും റിസോഴ്സ് ക്രഞ്ച്, ഓൺ പോസിൽ നിൽക്കുന്ന ആൾക്കാരെ നോർമലി ഡിസ്ട്രോയ് ചെയ്യില്ല, പക്ഷെ അത്രയും റിസോഴ്സ് ക്രഞ്ച് വരികയാണെങ്കിൽ ഓൺ പോസിൽ നിൽക്കുന്ന ആളെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ ലെഫ്റ്റിലേക്കുള്ള പാത്ത്. ആപ്സ് വിത്ത് ഹയർ പ്രയോറിറ്റി നീഡ്സ് മെമ്മറി. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ആപ്പ് പ്രോസസ് കിൽ ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും യൂസർ ആ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ ചെയ്യുന്ന എന്ത് വേണ്ടി വരും? ഇവിടെ ആപ്പ് കില്ലിങ് കഴിഞ്ഞു, അതായത് ആപ്പിന്റെ എൻഡ് കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം. സോ ആപ്പിന്റെ ലൈഫ് സൈക്കിൾ ഇവിടെ അവസാനിച്ചു. ഇവിടെ നിന്ന് വീണ്ടും യൂസർ നാവിഗേറ്റ്സ് ടു ദ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ ആദ്യത്തിലേക്ക് പോകണം, ഓൺ ക്രിയേറ്റിലോട്ട് പോകണം. അതൊരു കാര്യം. അപ്പൊ ഈ ഒരു പാത്ത് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് ഓൺ സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഓൺ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ ആപ്പ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ വരുമ്പോൾ അഗെയിൻ നമ്മൾ ഇന്ററാക്ട് ചെയ്യാണ്, യൂസർ നാവിഗേറ്റ്സ് ടു ദ ആക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യണം, ഓൺ റീസ്റ്റാർട്ട്. ഓൺ റീസ്റ്റാർട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് ഓൺ സ്റ്റാർട്ടിലോട്ടാണ്. ദെൻ റെസ്യൂം നോർമൽ ഫങ്ഷനിങ് തന്നെ വരും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇതാണ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻ ദ ആക്ടിവിറ്റി കംസ് ബാക്ക് ടു ഫോക്കസ് ഫ്രം ദ പോസ്റ്റ് സ്റ്റേറ്റ്, ഓൺ റെസ്യൂം ഇസ് ഇൻവോക്ഡ്. കറക്റ്റ് അല്ലേ? പോസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓൺ റെസ്യൂമിലേക്കാണ് പോവുക. പക്ഷേ വെൻ വി റീ ഓപ്പൺ എനി ആപ്പ് ആഫ്റ്റർ പ്രസ്സിംഗ് ഹോം കീ, ആക്ടിവിറ്റി നൗ ട്രാൻസിറ്റ്സ് ഫ്രം സ്റ്റോപ്ഡ് സ്റ്റേറ്റ് ടു ആക്റ്റീവ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ ഹോം കീ പ്രസ് ചെയ്ത് അത് ബാക്കിലോട്ട് പോയൊരു സംഭവത്തിനെ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവല്ലേ? അങ്ങനെ വരുമ്പോൾ അതെങ്ങടാ? സ്റ്റോപ്പ് സ്റ്റേറ്റ് ആണ് അത്. സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് സ്റ്റേറ്റിലേക്ക് പോവാണ്. അങ്ങനെ പോകണമെങ്കിൽ
നമുക്കൊരു റീസ്റ്റാർട്ട് ഉണ്ട്. ദെൻ തിരിച്ചു പോവാം സ്റ്റാർട്ടിലേക്കാണ്. സ്റ്റാർട്ടും റെസ്യൂമും കഴിയണം. പോസിന്ന് പോകുമ്പോൾ റെസ്യൂം മാത്രം മതി. സ്റ്റോപ്പിന്ന് പോകുമ്പോൾ സ്റ്റാർട്ടും വേണം റെസ്യൂമും വേണം. And thus on start and on resume methods are invoked. On create method is not called as it is executed only once during the activity life cycle. അപ്പോൾ ഈ ഓൺ ക്രിയേറ്റ് എന്നുള്ളത് ഒരിക്കലും കോൾ ചെയ്യില്ല. അതായത് നമ്മൾ പോസ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ റെസ്യൂമിലേക്ക്, സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ സ്റ്റാർട്ടിലേക്ക്, ഒരിക്കലും ഓൺ ക്രിയേറ്റിലേക്ക് പോകില്ല. ഓൺ ക്രിയേറ്റ് ഒരു ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ദെൻ ഒരു കാര്യം കൂടി ഉണ്ട്. ടു ഡിസ്ട്രോയ് ദ ആക്ടിവിറ്റി ഓൺ ദ സ്ക്രീൻ വി ക്യാൻ ഹിറ്റ് ദ ബാക്ക് കീ. ബാക്ക് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാം. ദിസ് മൂവ്സ് ദ ആക്ടിവിറ്റി ഇൻ ടു ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ്. ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ സപ്പോസ് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി ഞാൻ ഡബിൾ ബാക്കൊക്കെ അടിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതെന്തായി ഡിസ്ട്രോയ് ആവണമെങ്കിൽ ഓൺ റെസ്യൂമിൽ നിൽക്കുന്ന ആക്ടിവിറ്റി ആയിരുന്നു. അത് ഓൺ പോസ് കോൾ ചെയ്യും, ഓൺ സ്റ്റോപ്പ് കോൾ ചെയ്യും, അതും കൂടെ കഴിഞ്ഞിട്ട് ഓൺ ഡിസ്ട്രോയ് കോൾ ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് നേരെ ജമ്പൊന്നും ഇല്ല കേട്ടോ. ഓൺ പോസും ഓൺ സ്റ്റോപ്പും കഴിഞ്ഞിട്ടേ ഡിസ്ട്രോയിലേക്ക് പോവുള്ളൂ. സോ ഇത് കണ്ടില്ലേ, ഓൺ സ്റ്റാർട്ട് ഇവിടെ ഡ്യൂറിങ് ദിസ് ഇവന്റ്, അതായത് വെൻ ആൻ ആക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ്, ഓൺ പോസ്, ഓൺ സ്റ്റോപ്പ് ആൻഡ് ഓൺ ഡിസ്ട്രോയ് മെത്തേഡ് ആർ ഇൻവോക്ക്. ഇനി വേറൊരു കാര്യമുണ്ട്, ഒരു നോട്ട് ആണ്. അതായത് വെനെവർ വി ചേഞ്ച് ദ ഓറിയന്റേഷൻ ഓഫ് ദ സ്ക്രീൻ, നമ്മൾ പോർട്രൈറ്റിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റി അല്ലെങ്കിൽ തിരിച്ച് മാറ്റി, അപ്പോൾ നോർമലി നമുക്കറിയാം അങ്ങനെ മാറ്റുമ്പോൾ ഒരു ഇച്ചിരി ടൈം ലാഗ് ഉണ്ടാവാറുണ്ട് എപ്പോഴും, ഇല്ലേ? ആ ഒരു ഓറിയന്റേഷൻ മാറ്റുമ്പോൾ. അങ്ങനെ മാറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ മെത്തേഡ് സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ട്, ദാറ്റ് ഇസ് ഫ്രം ഓൺ ക്രിയേറ്റ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മൾ ഇപ്പോൾ ഒരു ലോഗിൻ ആണ്, ലോഗിൻ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി, ഓൺ ക്രിയേറ്റ് വന്നു, ഓൺ സ്റ്റാർട്ട് വന്നു, ഓൺ റെസ്യൂം വരുമ്പോഴാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വീണ്ടും അത് തിരിച്ച് ഓറിയന്റേഷൻ ഒന്ന് മാറ്റി. ആ ഓറിയന്റേഷൻ മാറ്റുമ്പോൾ ആ ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിൾ അവിടെ എൻഡ് ചെയ്യാണ്. അതായത് ആ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രം ഓൺ ക്രിയേറ്റ്, അഗെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് സ്പേസിങ് ആൻഡ് അതർ വിഷ്വൽ അപ്പിയറൻസ് ഗെറ്റ്സ് ചേഞ്ച്ഡ് ആൻഡ് അഡ്ജസ്റ്റഡ്. അതുകൊണ്ട് ആ ലൈഫ് സൈക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൺ ക്രിയേറ്റ് തന്നെ തുടങ്ങും. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അബൌട്ട് ദ ലൈഫ് സൈക്കിൾ മെത്തേഡ്. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. സോ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പ്രോസസ്സ് പറഞ്ഞായിരുന്നു. എൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ എൻഡ് ടൈം എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് നോട്ട് ദാറ്റ് ആപ്ലിക്കേഷന് എല്ലാ ആപ്ലിക്കേഷൻസും അൺടൈംലി ടെർമിനേഷന് വേണ്ടി റെഡി ആയിരിക്കും. ഒരു റിസോഴ്സ് പ്രോബ്ലം വരുമ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർഡർ ചെയ്യും ആരെയാണ് ടെർമിനേറ്റ് ചെയ്യിക്കേണ്ടതെന്ന്. ആൻഡ് അങ്ങനെ ടെർമിനേറ്റ് ചെയ്യിക്കുന്നത് സർട്ടൻ പ്രോസസ്സിൻ്റെ പ്രയോറിറ്റീനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ആൻഡ് അതനുസരിച്ച് നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, 4 തരം ആക്ടിവിറ്റി ഉണ്ട്. 4 states ഓഫ് ആൻ ആക്ടിവിറ്റി. ആക്റ്റീവ് സ്റ്റേറ്റ്, യൂസർ ഇസ് ഇൻട്രാക്ടിങ്. പോസൽ സ്റ്റേറ്റ്, the activity is partially visible. Next, stopped state, which means activity is running in the background. Last one, destroyed state. അപ്പോൾ activity is not using any memory, not interacting with the user. അതാണ് ഡിസ്ട്രോയിഡ് സ്റ്റേറ്റ്. അപ്പോൾ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ട്. ഓൺ ക്രിയേറ്റ് വെച്ചാൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യം കോൾ ചെയ്യുള്ളൂ. ഓൺ സ്റ്റാർട്ട്, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൺ റെസ്യൂം ആണ് നമ്മളുടെ മുന്നിൽ എത്തുന്ന സമയം. ദെൻ എന്തെങ്കിലും വേറെ ഒരു ആക്ടിവിറ്റി ഫോർഗ്രൗണ്ടിൽ കയറി വന്നാൽ അത് ഓൺ പോസിൽ പോവും. ആൻഡ് നമ്മൾ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ എടുക്കുകയോ ചെയ്താൽ അത് ഓൺ സ്റ്റോപ്പിൽ പോവും. ആൻഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്കൊക്കെ അടിച്ച് അത് ക്ലോസ് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ അത് ഡിസ്ട്രോയിൽ പോവും. ഇതാണ് 6 ലൈഫ് സൈക്കിൾ മെത്തേഡ്സ്. ആൻഡ് ഇതാണ് ലൈഫ് സൈക്കിൾ: ഓൺ ക്രിയേറ്റ്, ഓൺ സ്റ്റാർട്ട്, ഓൺ റെസ്യൂം, പോസ്, സ്റ്റോപ്പ്, ഡിസ്ട്രോയ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ ഇതാണ്. അതായത് ആക്ടിവിറ്റി പാർഷ്യലി വിസിബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഫോർഗ്രൗണ്ടിലേക്ക് കയറി വരുമ്പോൾ, അനദർ ആക്ടിവിറ്റി ഫോർഗ്രൗണ്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഓൺ പോസിലെത്തും. ഓൺ പോസിൽ നിന്ന് വീണ്ടും തിരിച്ച് ആ ആക്ടിവിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അത് ഓൺ റെസ്യൂമിലേക്കാണ് പോകേണ്ടത്. യൂസർ നാവിഗേറ്റ്സ് ടു ദ ആക്ടിവിറ്റി, യൂസർ റിട്ടേൺസ് ടു ദ ആക്ടിവിറ്റി, ദെൻ ഓൺ റെസ്യൂമിലേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ, അതായത് ഓൺ സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഫംഗ്ഷനും വേണം. എന്നിട്ട് പോവുക ഓൺ സ്റ്റാർട്ടിലേക്കാണ് പോവുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ എല്ലാം നിൽക്കുമ്പോൾ മെമ്മറി പ്രോബ്ലം, റിസോഴ്സ് ക്രഞ്ച് വരികയാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ കില്ല് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൺ ക്രിയേറ്റിലോട്ട് പോകണം.
ഇനി ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞത് ഈ ഓറിയന്റേഷൻ മാറ്റുമ്പോൾ പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ മാറ്റുമ്പോൾ നമ്മൾ എവിടെ നിന്നിട്ടായാലും ഓറിയന്റേഷൻ മാറ്റിയാലും അത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യും ഫ്രം ഓൺ ക്രിയേറ്റ്. അത് റിസോഴ്സിന്റെ പ്രോബ്ലംസും സ്പേസിംഗ് പ്രോബ്ലംസും വിഷ്വൽ അപ്പിയറൻസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.